നമസ്കാരം. അഖിൽ മാരാർ അങ്ങനെ 2020 വിടുകയാണ്. സാബു എം ജേക്കബുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് ഇതിന് കാരണമായിട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ അഖിൽ കുറച്ച് എക്സ്റ്റെൻഡഡ് ആയിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാണ് 2020ലേക്ക് വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു, ഇപ്പോൾ ഇറങ്ങി പോകാനുള്ള കാരണം എന്താണ് എന്നത് ഉൾപ്പെടെ പറയുന്നു. ഞാൻ കൂട്ടുപിടിക്കത്തില്ല, അതിനെ ഞാൻ പിന്തുണ സംസാരിക്കുന്നതുമില്ല. അതുകൊണ്ട് തന്നെയാണ് 2020 നിൽക്കാം എന്നുള്ള എന്റെ തീരുമാനം വരുന്നത്. തക്ക സമയത്ത് മറുകണ്ഠം ചാടിയ നിന്നെ എങ്ങനെ ഞങ്ങൾ നമ്പും? കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്നുള്ളതല്ല. എൻ്റെ നാട്ടിൽ ഇന്നലകളിൽ എൻ്റെ മുന്നിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ജനതയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ഒന്നുകിൽ സംസാരിക്കാൻ കഴിയുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുക. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലേ. ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. അപ്പോൾ എന്നെ കണക്കൊരാൾ മുൻപും തെരഞ്ഞെടുപ്പിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിരുന്ന സമയത്ത് ആ അവസരം നിഷേധിച്ച അന്നത്തെ രാഷ്ട്രീയ നേതാവ് കൊടിക്കുന്നിൽ സുരേഷായിരുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് എനിക്ക് പകരം മറ്റൊരാളെ കോട്ടാത്തല ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിപ്പിക്കുകയും ഞാൻ അവിടെ സ്വതന്ത്രമായിട്ട് മത്സരിക്കുകയും ചെയ്തു. ഒരു കള്ളൻ കുറെ നുണ പറയാനും നീയൊക്കെ ഇത് കേട്ട് വായും പൊളിച്ച് നിൽക്കാൻ. അന്ന് 1700ഓളം വോട്ട് ഒരു CPM കോട്ടാത്തലയിൽ എനിക്ക് ലഭിച്ചതുമാണ് ഒറ്റയ്ക്ക് മത്സരിച്ച സമയത്ത്. ഒരു സ്വതന്ത്രമായിട്ട് മത്സരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ മാന്യമായ ഒരു വോട്ട് അവിടെ പിടിക്കാൻ പറ്റുമെന്നുള്ള എൻ്റെ ചിന്ത ആ സമയത്തുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് NDAയുടെ പല ഏജൻസികളും എന്നെ ബന്ധപ്പെടുന്നുണ്ട്. ഇഷ്ടമില്ലാത്തടത്ത് പറ്റിക്കൂടുന്ന ടൈപ്പ് അല്ല ഇരമണൻ. ഇത്തവണത്തെ നിയമസഭാ ഇലക്ഷനിൽ അഖിൽ പ്രതീക്ഷിച്ചിരുന്നത് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വമാണ്. അതെ, കൊട്ടാരക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് താൻ വരും എന്നത് ഉൾപ്പെടെയുള്ള മാധ്യമ വാർത്തകൾ അഖിൽ മാരാർ വരും എന്ന രീതിയിൽ ഉണ്ടായിരുന്നു. ആ സമയത്തും അഖിൽ മാരാർ പറയുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ്. എന്നാൽ കൊട്ടാരക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകേണ്ടിയിരുന്ന താൻ കൊടിക്കുന്നിൽ സുരേഷിന്റെ ഇടപെടൽ കാരണം ഐഷ പോറ്റി അവിടെ സ്ഥാനാർത്ഥിയായി മാറി. അതിൽ തന്നെ ഏറ്റവും വലിയ പാളിച്ച സംഭവിക്കാൻ പോകുന്ന ഒരു തീരുമാനമായിരിക്കും താൻ എടുക്കാൻ പോകുന്നതെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നതാണ് അഖിൽ മാരാർ 2020യിൽ പ്രവേശിക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് പറയുന്നത്. കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു പഞ്ചായത്ത് ഇതുപോലൊരു വൃത്തികെട്ടവനെ നന്നാക്കിയെടുത്തതിന്റെ പാരമ്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അതായത് 2020 ആദ്യം അഖിൽ മാരാറിനോട് പറഞ്ഞിരുന്നത് കൊട്ടാരക്കരയിൽ ഒരു സീറ്റ് തരാമെന്നാണ്. അതായത് അഖിൽ മാരാറിന്റെ സ്ഥലമായ കൊട്ടാരക്കരയിൽ തന്നെ ഒരു സീറ്റ് 2020യുടെ ലേബലിൽ അഖിൽ മാരാറിന് തരാം. 2020യുടെ സ്ഥാപകൻ കൂടിയായ സാബു എം ജേക്കബ് പറയുന്നത്. BJP സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറിനോട് സംസാരിക്കുന്ന വേളയിൽ അഖിൽ മാരാർ ഈ കാര്യം സൂചിപ്പിക്കുമ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് തങ്ങളുടെ കാര്യം മറന്നുപോയി എന്നത്. വളരെ മോശമായിപ്പോയി. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ.